നൊസ്റ്റാളജിയ. പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡാം വിസിറ്റിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പേച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ പേച്ചിപ്പാറയിൽ എന്ത് വിശേഷം എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ പേച്ചിപ്പാറ 0 പോയിൻ്റ് എന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പേച്ചിപ്പാറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴവിടെ പോകുമ്പോൾ ഉള്ള കാണുന്ന കാഴ്ചകളാണ് ഈ കാഴ്ചകൾ. അത്യാവശ്യം 2-3 തെങ്ങുകളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ റോഡ് വഴിயாக പോകുന്നു. കാണുന്നു ഗൈസ്. അതാണ് ഇവിടുത്തെ വിശേഷം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് യെസ് ഗൈസ്, അത് ഡാമാണ്. ഇത് വെറും ഒരു ഡാമല്ല ഗൈസ്, അത്യാവശ്യം കുറേ കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു ഡാമാണ്. ഈ ഡാമിന് ഉള്ളിലോട്ട് പോകുമ്പോൾ കുറേ ദ്വീപുകളും പിന്നെ കുറേ മലകളും കാണാൻ കഴിയും ഗൈസ്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞങ്ങളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ഫുള്ളായി കാണുക ഗൈസ്. അപ്പോൾ ഡാം വീഡിയോ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ആ വീഡിയോ ഒന്ന് ചെന്ന് കണ്ടിട്ട് വരിക ഗൈസ്. ഫുള്ളായി കാണുക, സ്കിപ്പ് ചെയ്യല്. അപ്പോൾ ഞങ്ങൾ റീച്ച് ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ആ ഡാം. ഇതാണ് ഡാമിൻ്റെ പുറത്തത്തെ വ്യൂ. അപ്പോൾ ഗൈസ്, ഞങ്ങളിവിടെ പേച്ചിപ്പാറ ഡാമിലെത്തിയിട്ടുണ്ട്. ഇതും ഒരു ഇടിലം വ്യൂ ഗൈസ്. ഇപ്പോൾ ഡാമിൻ്റെ ഷട്ടർ തുറന്നു വിട്ടിരിക്കുകയാണ്. അത്യാവശ്യത്തിന് വെള്ളം ചാനലിലോട്ട് ഒഴുകി പോവുകയാണ് ഗൈസ്. അപ്പോഴത് കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ കയറി വന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും ആ കുറച്ചൊരു വ്യൂ. ഇപ്പോൾ ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ്, ഡാമിനകത്തോട്ട്. ഇവിടെ വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കാണുക. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരും കാണുക. നിങ്ങൾ വെറുതെ വന്ന് നോക്കിയാൽ ആ ഒരു ഫീലല്ല. ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത വേറെ തരം ഒരു ഫീൽ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഇപ്പോഴും മറക്കാതെ ഞങ്ങളെ ചാനലൊന്ന് ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് പിന്നെ ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വയ്ക്കുക ഗൈസ്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ്. ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക ഗൈസ്. അപ്പോൾ ആ വ്യൂ കാണിച്ചു തരാം, നോക്കുക. ഇതാണ് പേച്ചിപ്പാറ ഡാമിൻ്റെ വ്യൂ ആണ്. അത്യാവശ്യം ഇവിടെ താഴെയാണ് ഷട്ടർ തുറന്നു വെള്ളം തുറന്നു കൊടുക്കണം. പേച്ചിപ്പാറ കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് അവിടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്ലോസപ്പ് ചെന്ന് എടുക്കാം. ഇവിടെ നിന്ന് മേളിൽ കയറി ഇറങ്ങിയിട്ട് അവിടെ അടുത്തോട്ട് പോയി കുറച്ച് ക്ലോസപ്പിൽ അത് ഷോട്ടൊക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് അകത്തോട്ടുള്ള ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോഴേ കണ്ടോ ഗൈസ്, വെള്ളം നല്ല ഫോഴ്സ് ഉണ്ട്. മഴ സമയമാണ്. ഇപ്പോൾ 2 അണ്ണന്മാരും അവിടെ നിൽക്കുകയാണ്. അതൊന്ന് കണ്ടോണ്ടിരിക്കുകയാണ് വെള്ളം പോണ സ്പീഡൊക്കെ. വെള്ളത്തിന് സ്മെല്ലൊന്നുമില്ല ഗൈസ്. മഴ പെയ്ത് അത്യാവശ്യം നല്ല വെള്ളം ആയതുകൊണ്ട് സ്മെല്ലൊന്നുമില്ല. അല്ലാതെ നമ്മളിവിടെ കള്ളിക്കാട് ഡാം തുറക്കുമ്പോഴൊക്കെ ഒരു സ്മെല്ല് വരും, ഒരു വേറെ തരം സ്മെല്ല്. ആ സ്മെല്ല് ഈ വെള്ളത്തിലില്ല. അവിടെ നമ്മൾ തൊട്ടടുത്തിരിക്കുകയാണ്, ആ സ്മെല്ലില്ല. നമ്മൾ നോർമൽ വെള്ളത്തിൻ്റെ ഒരു സ്മെല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് അകത്തോട്ട് പോയാലോ? മണിക്കൂടെ പോവാം. പഴയ ഡാമാണ് ഈ ഡാം. ഇതിപ്പോഴേ കെട്ടിയതാണ് ഗൈസ്. ഇതോ ആ നിൽക്കുന്ന പോലത്തെ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, പേച്ചിപ്പാറ ഇതിന് ബലപ്പെടുത്താൻ വേണ്ടി കെട്ടിയതാണ്. അത് റീസൺ അങ്ങനെ നിർത്തിയിട്ട് ഇതിനെ ബലപ്പെടുത്താൻ വേണ്ടി ഇതിന് രണ്ടിനും അങ്ങനെ കിട്ടും. യെസ് ഗൈസ്, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കിട്ടിയത്. പഴയ ഡാമാണ്, റീവർക്ക് ചെയ്തിട്ടുണ്ട് അവർ. വെള്ളോട്ട് പോകാൻ മണിക്കൂട്ടാ ഗോ. ഗൈസ്, ഇതാണ് നടന്നു പോകാനുള്ള വഴി. കൂളാണല്ലോ പേച്ചിപ്പാറ ഡാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണല്ലോ. ഡാമിൻ്റെ ലെവല് എല്ലാം ഉണ്ട്. നമ്മൾ പണ്ട് തേൻ കുടിക്കും. തെറ്റിപ്പൂ വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ഐറ്റം തെറ്റിപ്പൂവാണ് ഇവിടെ ഉള്ളത്. 3 ഐറ്റം കഴിച്ചു. 3 ഐറ്റം തെറ്റിപ്പൂവുണ്ട്. ഗൈസ്, ഇത് ഓർമ്മ ഉണ്ട്. അവണിക്കൂടെ അത് വെച്ചത് ചെയ്താണത് ഗൈസ്. ഇതിലൊരു സൂത്രം കാണിച്ചു തരാവേ. ഓക്കെ, വീഡിയോ എടുക്കലാമാ. ഇതറ തല വെട്ടണ ഇതറ വേഗം അങ്ങേട് കൂടാതാ, ഉള്ളിറങ്ങ കൂടാതാ. ശരി ശരി. ക്യാമറ കുറെ നേരം കടി മണിക്കൂട്ട. വേട്ടാ തിരിച്ചു വരാം.
2008 എന്തോ ചെയ്തിട്ടുണ്ട് ഇവിടെ. കുറേ ആൾക്കാരെ പേരുണ്ട്. ആ സംഭവം എന്താണ് എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്ന്. കണ്ട ഗൈസ്, ഇതാണ് പേച്ചിപ്പാറ ഡാമിൻ്റെ ഉൾഭാഗം. ഗൈസ്, അതാണ് തലവെട്ടിപ്പൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ പണ്ട് കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ശരിക്കും ഉണ്ടാകും തലവെട്ടി. പിന്നെ നഖം പോലെ വയ്ക്കാം. ഞാൻ പോകുമ്പോൾ വെച്ച് കാണിച്ചു തരാം. മറന്നു ഗൈസ്, പോയവൻ എല്ലാം മറന്നു. അണ്ണാപ്പ ഇവിടെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് വിടാൻ അലോഡ് ഇല്ല. അത് ഇതിന് പുറത്ത് അകത്തിറങ്ങാൻ പറ്റൂല. ഇവിടെ നിന്ന് കാണാം. അതിനുള്ള ഇതാണിത്. ഇവിടെ അലോഡ് ഇല്ല. ഇവിടെ അലോഡല്ല, നോട്ട് അലോഡ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് റിസർച്ച് സെൻ്റർ ആണെന്ന് തോന്നുന്നു. മതിയില്ലേ? റിസർച്ചിൻ്റെ എന്തോ ആണ്. വാനവില്ല് കാണാടാ, വാനവില്ല് റെയിൻബോ ക്യാമറയിൽ. ഗായ്സ്, ഇത് കുരിശടിയൊന്നുമല്ല, ഇത് ശവക്കല്ലറയാണ്. അതായത് ഈ ഡാം പണിഞ്ഞ സായിപ്പിൻ്റെ ശവക്കല്ലറയാണിത്. ആ കണ്ടോ, ശവക്കല്ലറിലെ മെമ്മറിയാണ്. പേര് വെച്ചാ എന്താ? അലക്സാണ്ടർ എഞ്ചിനീയർ. PWD. ഒക്ടോബർ 1888. തിരുവനന്തപുരം ഇതല്ലേ സെപ്റ്റംബർ. ഗായ്സ്, അപ്പോൾ ഇത് വന്നിട്ട് ആരാളിയ ട്രാവാങ്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ കീഴെ പറഞ്ഞാണെന്ന് തോന്നുന്നത് കേട്ടോ. അറിഞ്ഞുകൂടാ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. സംഭവം പുള്ളിക്കാരൻ 1862 ജനിച്ചതാണ്. 1913 ഡിസംബർ 25 വിട പറഞ്ഞു ലോകത്തോട്. പുള്ളിക്കാരൻ പണിഞ്ഞ പാലം, അതിൻ്റെ സോറി. അപ്പോൾ ഗായ്സ്, പുള്ളിക്കാരൻ പണിഞ്ഞ ഡാമും പിന്നെ കായൽ തീരവും അടിപൊളിയാണ്. കുറച്ച് ഇങ്ങോട്ട് നടക്കാം, ഇങ്ങോട്ടൊക്കെ പോകുന്നില്ല പറഞ്ഞു. അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഇപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് നോട്ട് അലൗഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കതിൻ്റെ അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. കാരണം അവർ അതിൻ്റെ പുറത്ത് അങ്ങോട്ട് പോകലെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ട ഗൈസ്, ഫുൾ കായൽ. നമ്മൾ ചിറ്റാർ 1 നമ്മളൊരു മല കണ്ട, ഓർമ്മ ഉണ്ട? ചിറ്റാർ, അതായത് നമ്മൾ ചിറ്റാർ 1 വെച്ചൊരു മല കണ്ട്. ആ മല ഇപ്പം കാണിച്ചു തരാം. ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാണ് ഗൈസ്. കണ്ട അങ്ങനെ കാണണ്ട, ആ മലയാണ്. അപ്പം ഇതെല്ലാം ആ ഒരു സൈഡിൽ ഒരു ഭാഗത്തായിട്ട് വരും. കോതയാർ, അതായത് മണിക്കുട്ടൻ പറഞ്ഞത് കോതയാർ ഡാമിലുള്ള വെള്ളവും ഈ ഡാമിലോട്ടാണ് ചേരുന്നത്. അങ്ങനല്ലേ ചേർന്നത്? പേച്ചിപ്പാറ ഡാമിൻ്റെ വിശേഷം ഇതാണ് ഗൈസ്. ഞങ്ങളിനി വെള്ളോട്ട് പോവേണം. എല്ലാ സ്ഥലത്തും ആയ്വ് മാളിക എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് തമിഴിൽ. ഈ സ്ഥലത്ത് പണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഒരു 5th, 6th, 7th എന്താ പഠിച്ചുകൊണ്ടോ അപ്പോൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറയുമ്പോൾ അപ്പോഴത്തെ കാലം ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല, അതേപോലെ തന്നെ ഇരിക്കുകയാണ്. പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ഡാമിന് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ്, റീസെൻ്റായിട്ട് നമ്മളൊരു റീൽ കണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം. ആ സ്ഥലമാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കണ്ടാൽ അത്ര ക്ലിയർ ആയിട്ട് കാണുമോ? കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. അടിപൊളിയാണ് ജുറാസിക് വേൾഡ്. ദോരിക്കും അത് തന്നെ ആ മലയാണ് ഗൈസ്. അതാണ് ജുറാസിക് ഐലൻഡ്. എത്ര വർഷത്തിന് മുമ്പുള്ള മലയാണ് ഗൈസ്. ആ വ്യൂ കണ്ടാളിയാ, അടിപൊളിയല്ലേ? അതിമനോഹരമായ മലകളാണ് ഗൈസ്. ഈ ഫുൾ കായൽ റൈഡ് എത്രയെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് ഗൈസ് ആ ജുറാസിക് ഐലൻഡ്. യെസ്, ഇതോ കാണുന്നതാണ് ആ ഐലാൻഡ്. ആ മലയുടെ പേരെന്തോ ഉണ്ട്, എനിക്കറിയാമായിരുന്നു, പേര് മറന്നുപോയി. എന്തോ ഒരു മല.
ഗായ്സ് തച്ചമല എന്ന് പറഞ്ഞ സ്ഥലമാണ് അത്. ആര് തച്ചെന്നൊന്നും ചോദിക്കരുത്, അതറിഞ്ഞൂടാ. ഹൈറ്റ് ഉണ്ട്. അതിനപ്പുറത്ത് പാവനാസം. ഗായ്സ് സംഭവം ഇതാണെങ്കിൽ തമിഴ്നാട്, ഇത് തമിഴ്നാടാണ്. അപ്പുറത്ത് വേറെ സ്റ്റേറ്റാണ്, സോറി വേറെ ഡിസ്ട്രിക്റ്റാണ്. തമിഴ്നാടാണ്, എൻ്റെ അപ്പുറത്ത് പാവനാസമാണ് ഗായ്സ്. പാവനാസം അവിടെ പാവനാസമാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട് ഗൈസ്. ഇന്ന് ഞങ്ങൾ ഇറങ്ങിയത് ഒരു ബെനിഫിറ്റ് ആയിപ്പോയി. നല്ല വെയിലുണ്ട്. മഴയായിരുന്നെങ്കിൽ തേഞ്ഞാൽ ഇത്രയും ഇത്രയും വ്യൂ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. കൊള്ളാം മണിക്കൂട്ടാ. ഇപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനി ഡാമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അകത്തോട്ട് ബോട്ടിങ്ങിന് വേണ്ടി പോവുകയാണ്. അതകത്ത് പോകണം. ബോട്ടിങ് പോകുമ്പോൾ ഇതുവരെ കുറച്ച് തേക്ക് കാടൊക്കെ ഉണ്ട്. ആ കാടിനകത്തുള്ള ഒരു ഫോറസ്റ്റ് യാത്ര. വണ്ടി കയറ്റി ഇവിടെ നിറഞ്ഞൂടാ. പണ്ട് വയ്യ ഒരു ഓർമ്മ ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് പോയാം. അങ്ങോട്ടാ ഇപ്പോഴേ എല്ലാവർക്കും അങ്ങോട്ട് പോയാലേ? മണിക്കൂട്ട് എന്താ പറയണം? പോവാം അങ്ങോട്ട്. ഇപ്പോഴേ ഇനി അങ്ങോട്ട് വരി കാണാം. പിന്നെ ഡാമിൻ്റെ അവിടെ ഷട്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ വെച്ച് താഴെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിൽ വെള്ളം തുറന്നുകൊണ്ടിരിക്കുന്നത് ചാനല്ല. അതെന്തോ സംഭവം ഗൈസ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. കാണും, അത് മാത്രമേ കാണുള്ളൂ. ഇപ്പോഴേ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. മീൻസ് ഈ ക്ലിപ്പ് ഇവിടെ നിർത്തണം ഗൈസ്. ഇനി അടുത്ത് അങ്ങോട്ട് പോയിട്ട് എടുക്കാം, ബോട്ടിങ്ങിൽ പോയിട്ട് എടുക്കാം. അപ്പോൾ അതുവരെ സി യു ഗൈസ്. സി യു അല്ല, അതാ ഇപ്പോൾ വരാം ഞങ്ങൾ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണരുത്. എന്തോന്ന് പറയും പറഞ്ഞാലേ അവന്മാർ ഗൈസ്. നിങ്ങൾ കാണണം എല്ലാവരും. സ്കിപ്പ് ചെയ്തൊന്ന് വീഡിയോ കാണാം പ്ലീസ്. കുറേ ദിവസമായി ആരും നേരമാണ് വീഡിയോ കാണില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യണം. ഇതൊക്കെ കട്ട് ചെയ്ത് കളയും. സ്കിപ്പ് ചെയ്യല്ലേ? എന്തിനാണ് സ്കിപ്പ് ചെയ്യണം? ഫുള്ള് വരുന്ന കണ്ടോകും. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. അതായത് പുതിയതായിട്ട് ആരെങ്കിലും ചാനലിൽ വീഡിയോ കാണണമെങ്കിൽ അവരൊന്നും എല്ലാവരും സബ് ചെയ്യണം. അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങൾ ഇട്ടിരുന്ന വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഓക്കെ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഞങ്ങൾ ബേബീസാണ്, ബേബി യൂട്യൂബേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിൽ പോയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഈ ഡാം പണിഞ്ഞ എഞ്ചിനീയർ അലക്സാണ്ടർ. ഫ്രണ്ട്സ്, ആരെന്തൊരു സാധനം കാണിക്കും കണ്ടോ? നമ്മൾ പണ്ടത്തെ നൊസ്റ്റാളജിയ ഗൈസ്. ഇതാണ് ആ തലവെട്ടിപ്പൂ. ഇത് ഞങ്ങൾ നഖമായിട്ട് യൂസ് ചെയ്യും. ഇത് തലവെട്ടി കളിക്കാൻ വേണ്ടി. ഇത് മുറ്റിയതായതുകൊണ്ട് ഇതിലെ തല വെട്ടാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് തൊട്ട അപ്പോഴേ തന്നെ വരും. കണ്ട ഗൈസ്, വെട്ടാൻ പറ്റില്ല. ടാസ്ക്കാണ്. ഇതിട്ട് വെട്ടാൻ ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് ഈ പൂവൊക്കെ കളഞ്ഞിട്ട് നഖം വെച്ച് കാണിച്ചു തരാം ഗൈസ്. പ്രോസസ്സ് വേറെ ഒന്നുമല്ല, കാണിച്ചു കൊടുക്കണേ. ഇങ്ങനെ എടുക്കുക, ഈ റെഡിനെ ഒന്ന് ചെറുതായിട്ട് പിച്ചെടുക്കുക. എന്നിട്ട് കൈനെ ഇവിടെ വയ്ക്കുക, ഒട്ടിക്കുക. അടുത്ത അതേപോലെ എടുക്കുക, അടുത്ത വിരൽ ഇങ്ങനെ വയ്ക്കുക, ഒട്ടിക്കുക. അടുത്തത് എടുക്കുക, ഇങ്ങനെ വയ്ക്കുക, ഒട്ടിക്കുക. കണ്ട ഗൈസ്, നഖം നമ്മളെ യക്ഷിയിലൊക്കെ പടത്തിലുള്ളതൊക്കെയാണ് ഗൈസ്. ആക്കി 2 വിരൽ കിട്ടിയില്ല. ഇത്രേ കിട്ടിയുള്ളൂ, ഇത്രേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവർ, ഇത് അറിയാന്നുള്ളവർ ഈ വീഡിയോക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറക്കാതെ നിങ്ങൾ അറിയാന്നുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഫോളോ ചെയ്യുക. അതൊരു ചെറിയൊരു ഓർമ്മ വരട്ടെ. അപ്പോൾ അടുത്തൊരു കാണും വരെ ബൈ. അങ്ങനെ പറയില്ല, തൊട്ട് താഴെ പോയിട്ട് മറ്റേ സാധനം കാണിച്ചത്. അടിപൊളി ഗൈസ്. ഇവിടെ പറഞ്ഞവർ ഇവിടെ നിന്ന് ഇറങ്ങരുത്, ദയവേത് ഇറങ്ങരുത്. നല്ല നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. വെള്ളം അത്യാവശ്യം തുറന്നിട്ടുണ്ട്. ഇതാണ് ഡാം, പേച്ചിപ്പാറ ആണ്. അല്ലേ നിങ്ങൾ കാണിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളം, ചാനലിൽ വെള്ളം തുറന്നിട്ടുണ്ട്. ഇതാണ് വെള്ളം പോണ സ്ഥലം. അതാണ് നമ്മളൊന്നാ വഴി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം അവിടെയാണ്. ഇതാണ് ഗൈസ് പേച്ചിപ്പാറ ആണ് ഡാം. ഇല്ലല്ലേ ഇല്ലേ? ഇതാണ് പാറയൊക്കെയാണ് ഗൈസ്. ഞങ്ങളിനി ഇപ്പോൾ ഗൈസ് ഞങ്ങളിനി ബോട്ടിങ്ങിന് പോവുകയാണ്. അതിന് മുമ്പ് ഞങ്ങൾക്കൊരു ഡ്രോൺ ഷോട്ട്, എൻ്റെ വക ഒരു ഡ്രോൺ ഷോട്ട് കാണിക്കുക.
അങ്ങനെ നേരെ ക്യാമറയിൽ സെറ്റായിരിക്കണമോ? ക്ലീൻ